ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ വലയിട്ട് രാവിലെ വല പിടിക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ പുഴയിൽ മഴ കുറവായത് കാരണം അടിയിലൂടെ ഉപ്പുവെള്ളം പാസ് ചെയ്യുന്നുണ്ട് കടലിൽ. അത് കാരണം ഓവർ തണുപ്പാണ് അടി. അതിൻ്റെ മേലെ നല്ല വെള്ളം. ഈ രണ്ട് വെള്ളം കൂടി കൂടിയായിട്ട് മീൻ വലയിൽ കുടുങ്ങിയാൽ ഉടനെ ജീവൻ പോകും. അപ്പോൾ ഈ വലയിൽ ജീവനുള്ള മീൻ കാണാൻ വളരെ പ്രയാസമാണ്. ജീവനില്ലാത്ത മീനേ ഉണ്ടാവുള്ളൂ. നെച്ചറുണ്ടാവും ജീവനുള്ള മീൻ. ബാക്കിയുള്ള പാര, തിരുത, വാരാത്തിനൊക്കെ വലയിൽ കുടുങ്ങി കൊണ്ടാൽ തന്നെ ജീവൻ പോകും. ഇതൊരു തിരുതയാണ്. ഇത് കഷ്ടി 1 കിലോനുണ്ടാവും. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി ഉഷാറായി. ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്പം വല പിടിക്കുമ്പോൾ തന്നെ വലയെന്ന് എടുക്കണം മീൻ. കാരണം എനിക്കങ്ങനെ വല ഇത് കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ കുടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ വല പിടിക്കുന്നത്. മീനെല്ലാം എടുത്ത് വലയെല്ലാം വൃത്തിയാക്കി കുടഞ്ഞ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് വല എടുത്തത്. എല്ലാവരും ചെയ്യുന്ന മാതിരി നേരെ വല വലിച്ച് തോണിയിലേക്ക് ഇടുകയില്ല. ഇനി ഈ വലമ്മൽ ഒരു പണിയും ഉണ്ടാവില്ല. വല്ല ചണ്ടിയോ അതൊക്കെ ഒഴിവാക്കി ഒരുതരം അട്ടപ്പാവ് ചേറും കൊണ്ട് അതാണ് വല ഇങ്ങനെ കുടയുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നത്. അതാ ഞാൻ പറഞ്ഞ അതിന് ജീവനുണ്ട്. ഇതാണ് നെച്ചറ അഥവാ കുയിത്തി. ഇത് വേണ്ടുപോലുണ്ട്. നേരത്തെ അതിൻ്റെ മുന്നേ പിടിച്ച വലയിലൊക്കെ അത്യാവശ്യം മീനുണ്ട്. ഏരി അതിൽ നെച്ചറ ഇഷ്ടമാതിരി. പിന്നെ കടുകൊക്കെ ഉണ്ട്. പക്ഷെ ചില നേരം വെളിച്ചം വെച്ചിട്ടില്ല. അത് കാരണം കൊണ്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങളെൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയിലും ഒന്നും സൗണ്ട് ഓവർ ഉണ്ടാവില്ല. കാരണം എനിക്ക് പുഴയെന്ന് ചെയ്യുന്നത് എന്തേ കയറി ചൂണ്ട കാണാനില്ലേ, കട്ട കാണില്ലേ? അത് വീട്ടിൽ എത്തിയതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വല്ല തെറ്റ് കുറ്റമുണ്ടെന്നുണ്ടെങ്കിലും ചോപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. തിരുത്തി തരേണ്ടത് അത് ചെയ്യും. മീൻ ബാൻ ജീവൻ പോണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ വേറെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം. നല്ല ചെമ്പല്ലി വിട്ടുന്ന വീഡിയോസ് വെക്കുന്ന. പക്ഷെ ഇതൊക്കെ രാത്രിയാണ്, അതൊന്നും ഇടാൻ കഴിയില്ല. കാരണം ഒറ്റക്കായതിൻ്റെ വല്ല തനിച്ച് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും. അതുകൊണ്ട് ആ രാത്രിയിലെ വീഡിയോ ഒന്നും
ഉണ്ടാവില്ല. വലിയ വലിയ ചെമ്പിലിട്ട വീഡിയോസൊക്കെ ഉണ്ട്, ദിവസങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ രാത്രിയിലാണ്. രാവിലെ നടക്കുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് പറയുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട് രാവിലെ അങ്ങനെ വീഡിയോ എടുക്കാൻ, പക്ഷേ അന്നേരം മീനുണ്ടാവില്ല. അതാണ് വിഷയം. വീഡിയോ എല്ലാവരും ബാലാത്തനാണ്. ബാലാത്തനൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. ഇനി ഇതിന് താഴെയൊക്കെ വില വലിക്കാനുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. കാരണം എല്ലാം ഒരേ മോഡൽ വീഡിയോ ആകുമ്പോൾ ആളുകൾക്കൊരു ചടപ്പുണ്ടാവും. ഇതിലൊക്കെ മീനുണ്ടാവും, ഇതിൽ ചെറിയ വല ഉണ്ട്, അപ്പോൾ അതിലൊക്കെ ഇഷ്ടമാതിരി മീനുണ്ടാവും. ഇതൊരു കിലോൻ്റെ മേലുണ്ടാവും. നമ്മളെ നാട്ടിൽ പറയും ബാലാത്തനെന്ന്. മറ്റൊരു സ്ഥലത്തേക്ക് വേറെ എന്തൊക്കെയോ പേരുണ്ട്. അത് എല്ലാ മീനിനും ഉണ്ട്. പാരക്ക്, പാര, കടുക, വറ്റ, പിന്നെ എന്തൊക്കെയോ പേരുണ്ട്. അങ്ങനെ ഓരോ ജില്ലക്ക് ഓരോ പേരാണ് ഓരോ മീനും. അതിലിപ്പോൾ നമ്മളവിടെ തന്നെ നമ്മളെ ഈ ഇങ്ങോട്ട് കടലുണ്ടി ഭാഗത്തേക്ക് കടുക എന്ന് പറയും. നേരെ മറിച്ച് നമ്മളങ്ങോട്ട് മാതാപ്പുഴ തൈലക്കട ഭാഗത്തൊക്കെ പാരാന്ന് പറയും. അപ്പോൾ അത് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ പല മീനും അങ്ങനെ പലതരായി പേരാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, മീനിലാണ് കാര്യം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളൂ. ഇതൊരു അപേക്ഷയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത്. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞത് നിങ്ങളുടെ പ്രൊഫൈലിലേക്കോ അല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് ഇനി ഉണ്ടാകുന്ന നല്ല നല്ല വീഡിയോസുകളാവും. അതിൽ ചൂണ്ട വീഡിയോസ് ഉണ്ടാവും, വലയിടുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഈ ജീവനില്ലാത്തത് നോക്കണ്ട. അതിപ്പോൾ ഈ ഒരു പ്രശ്നം അടിയിൽ കൂടെ ഉപ്പുവെള്ളം കയറുന്നത് കാരണം, പിന്നെ അടിയിലെ കൊടും തണുപ്പ് കാരണമാണ് മീൻ ജീവൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ല മീനൊക്കെ വേഗം ജീവൻ പോകും. 10 മിനിറ്റ് മതി ഇവിടുത്തെ കിടന്ന് പോയി വരട്ടിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഈ വരട്ടുന്നത്, അത് വേഗം കൊടുക്കുമ്പോൾ ഈ വരട്ടുന്നത്. അതിന് ശേഷം കുടുങ്ങിയ മീനാണ് ഈ ജീവൻ പോയത്. 1 മണിക്കൂർ, ഒരു 3/4 മണിക്കൂറൊക്കെ നമ്മൾ വലത്തേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഈ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ആയമുള്ള സ്ഥലമായതുകൊണ്ടാണ് പെട്ടെന്ന് ജീവൻ പോകുന്നത്. ആയം കുറഞ്ഞ സ്ഥലത്ത് ഇത്ര പെട്ടെന്ന് ജീവൻ പോകില്ല. അപ്പം വീഡിയോ എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ.